സിനീഷ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. മുൻ വർഷം നല്ല റിട്ടേൺ കിട്ടിയ ഹൈ റിട്ടേൺ കിട്ടിയ ഒരു ഫണ്ടാണ് പുള്ളി ഇതിനായിട്ട് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പം പുള്ളിക്ക് കാശിൻ്റെ ആവശ്യം വന്ന സമയത്ത് ഈ ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ നോക്കിയപ്പം അതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റലിൽ നിന്ന് വലിയൊരു എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ട അവസ്ഥ വന്നു. ഇത്തരം സാഹചര്യം നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ശ്രീകാന്ത്, ഇത് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു രീതിയാണ്. സാധാരണ പ്രീവിയസ് ഇയറിലെ റിട്ടേൺ മാത്രം നോക്കി മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നീട് ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അത് ഇങ്ങനെ ലോസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഈ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ എപ്പോഴും ഒരു ഓവർ വാല്യൂഡ് ആയുള്ള ഫണ്ടുകളായിരിക്കും. ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ഗോൾ ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു റിട്ടയർമെൻറ്റിന് നമ്മൾ ഫണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഒരു 1-2 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഡെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളാണ്. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ഗോളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ AMCയുടെ പെർഫോമൻസ്, ഫണ്ട് മാനേജേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ, ഇത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ നമുക്ക് പ്രീവിയസ് റിട്ടേണും കൂടി എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്തുകൊണ്ട് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗോളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കൺസിഡർ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും റിട്ടേണും അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാപിറ്റലിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു രീതി എന്നുള്ളത്.